കാലചക്രം ഒരു പുതിയ വർഷത്തിലേക്ക് കടക്കുമ്പോൾ ഭാവിയെക്കുറിച്ചുള്ള ആകാംക്ഷകൾ മനുഷ്യ സഹജമാണ്, പ്രത്യേകിച്ചും സാമ്പത്തിക ഭാവിയെക്കുറിച്ച്. ഈ വർഷം ഞാൻ രക്ഷപ്പെടുമോ എന്ന ചോദ്യം പലരുടെയും മനസ്സിലുയരാം. ജ്യോതിഷമനുസരിച്ച് ഓരോ വർഷവും ചില നക്ഷത്രക്കാർക്ക് അനുകൂലമായ ഗ്രഹസ്ഥിതികൾ ഉണ്ടാകും. അത് സാമ്പത്തികപരമായ വലിയ നേട്ടങ്ങൾക്ക് വഴിയൊരുക്കും. 2026 എന്ന വർഷം അത്തരത്തിൽ ചില നക്ഷത്രക്കാർക്ക് അവിസ്മരണീയമായ സാമ്പത്തിക വളർച്ചയുടെയും ഭാഗ്യത്തിന്റെയും വർഷമായി മാറും. ഈ വീഡിയോയിൽ 2026 കോടീശ്വര യോഗത്തിന് സാധ്യതയുള്ള നക്ഷത്രക്കാരെയും അതിന് കാരണമാകുന്ന പ്രധാന ജ്യോതിഷ ഘടകങ്ങളെയും ഓരോ നക്ഷത്രക്കാർക്കും എങ്ങനെ ഈ അവസരങ്ങൾ പ്രയോജനപ്പെടുത്താമെന്നും നമുക്ക് വിശദമായി പരിശോധിക്കാം. ഈ വിവരങ്ങൾ നിങ്ങളുടെ ജിജ്ഞാസയെ ഉണർത്തുകയും ഭാവിയിലേക്കുള്ള നിങ്ങളുടെ സാമ്പത്തിക ആസൂത്രണത്തിന് ഒരു ദിശാബോധം നൽകുകയും ചെയ്യുമെന്നതിൽ തർക്കമില്ല. കോടീശ്വര യോഗം എന്നത് ഭാഗ്യം കൊണ്ട് മാത്രം പണമുണ്ടാകുന്നതിനെ അല്ല സൂചിപ്പിക്കുന്നത്, മറിച്ച് കഠിനാധ്വാനം, ബുദ്ധിപരമായ തീരുമാനങ്ങൾ, അവസരങ്ങളെ തിരിച്ചറിഞ്ഞ് ഉപയോഗിക്കാനുള്ള കഴിവ് എന്നിവയ്ക്ക് ഗ്രഹങ്ങളുടെ അനുകൂലമായ പിന്തുണ ലഭിക്കുന്നതിനെയാണ് ഇത് അർത്ഥമാക്കുന്നത്. ഒരു വ്യക്തിയുടെ ജാതകത്തിലെയും ഗോചരത്തിലെയും ഗ്രഹസ്ഥിതികൾ, ദശാപഹാരങ്ങൾ എന്നിവയെ ആശ്രയിച്ചാണ് ഈ യോഗങ്ങൾ രൂപപ്പെടുന്നത്. 2026 ചില നക്ഷത്രക്കാർക്ക് ശക്തമായ ധനയോഗങ്ങൾ ലഭിക്കുന്നത് പ്രധാനമായും ചില ഗ്രഹങ്ങളുടെ സ്ഥാനവും സ്വാധീനവും മൂലമാണ്. ധനകാര്യം, ഭാഗ്യം, വിജ്ഞാനം, വളർച്ച, വികാസം എന്നിവയുടെ ഗ്രഹമാണ് വ്യാഴം. വ്യാഴത്തിന്റെ അനുകൂലമായ സ്ഥാനവും ശുഭദൃഷ്ടിയും ധനപരമായ നേട്ടങ്ങൾക്ക് അത്യന്താപേക്ഷിതമാണ്. 2026 വ്യാഴം ചില രാശികളിൽ ശക്തമായ നിലയിൽ നിൽക്കുകയും ചില നക്ഷത്രങ്ങളെ നേരിട്ട് സ്വാധീനിക്കുകയും ചെയ്യും. കഠിനാധ്വാനം, സ്ഥിരത, ദീർഘകാല നിക്ഷേപങ്ങൾ, വസ്തുവകകൾ, ഭൂമി എന്നിവയുടെ ഗ്രഹമാണ് ശനി. ശനിയുടെ അനുകൂലമായ സ്ഥാനം സ്ഥിരമായ വരുമാനത്തിനും വലിയ നിക്ഷേപങ്ങൾക്കും വഴിയൊരുക്കും. രാഹുവും കേതുവും നിഴൽ ഗ്രഹങ്ങളാണെങ്കിലും ഇവ അപ്രതീക്ഷിത നേട്ടങ്ങൾക്കും നഷ്ടങ്ങൾക്കും കാരണമാകാം. അനുകൂലമായ സ്ഥാനത്ത് നിൽക്കുമ്പോൾ രാഹു അപ്രതീക്ഷിത ധനലാഭത്തിനും വിദേശത്തു നിന്നുള്ള വരുമാനത്തിനും കേതു ആത്മീയപരമായ ധനസമ്പാദനത്തിനും സഹായിച്ചേക്കാം. ധൈര്യം, ഊർജം, റിയൽ എസ്റ്റേറ്റ്, വ്യവസായം എന്നിവയുടെ ഗ്രഹമാണ് ചൊവ്വ. ചൊവ്വയുടെ നല്ല സ്ഥാനം വലിയ തോതിലുള്ള ഭൂമി ഇടപാടുകൾക്കും വ്യവസായ വളർച്ചയ്ക്കും സഹായിക്കും. ആഡംബരം, സുഖം, സന്തോഷം, കലാപരമായ മേഖലകളിൽ നിന്നുള്ള വരുമാനം എന്നിവയുടെ ഗ്രഹമാണ് ശുക്രൻ. ശുക്രന്റെ ശക്തമായ സ്വാധീനം കലാപരവും സർഗാത്മകവുമായ മേഖലകളിൽ നിന്ന് വലിയ ലാഭം നേടാൻ സഹായിക്കും. ബുദ്ധിയും ആശയവിനിമയവും വ്യാപാരവും സാമ്പത്തിക കാര്യങ്ങളിലെ തന്ത്രജ്ഞതയും ബുധന്റെ സ്വാധീനത്തിലാണ്. ബുധന്റെ അനുകൂലമായ സ്ഥാനം സാമ്പത്തിക ഇടപാടുകളിലെ വിജയത്തിന് അനിവാര്യമാണ്. ഈ ഗ്രഹങ്ങളുടെ എല്ലാം കൂട്ടായ സ്വാധീനവും ഓരോ നക്ഷത്രത്തിന്റെയും ജന്മരാശിയിലെ ഇവയുടെ സ്ഥാനവും ദശാപഹാരങ്ങളും ചേരുമ്പോഴാണ് കോടീശ്വര യോഗം രൂപപ്പെടുന്നത്. ജ്യോതിഷപരമായ കണക്കുകൂട്ടലുകൾ അനുസരിച്ച് 2026 7 നക്ഷത്രക്കാർക്ക് സാമ്പത്തികപരമായ വലിയ നേട്ടങ്ങൾക്കും കോടീശ്വര യോഗത്തിനും സാധ്യതയുണ്ട്. അശ്വതി നക്ഷത്രക്കാർക്ക് 2026 ഒരു സുവർണാവസരങ്ങളുടെ വർഷമായിരിക്കും. ഈ നക്ഷത്രത്തിന്റെ അധിപനായ കേതുവും വർഷത്തിലെ വ്യാഴത്തിന്റെയും ശനിയുടെയും അനുകൂലമായ സ്ഥാനവും ഇവർക്ക് വലിയ ധനലാഭം സമ്മാനിക്കും. 2026 വ്യാഴം അശ്വതി നക്ഷത്രക്കാരുടെ രാശിചക്രത്തിൽ ധനവുമായി ബന്ധപ്പെട്ട ഭാവങ്ങളെ നേരിട്ട് സ്വാധീനിക്കാൻ സാധ്യതയുണ്ട്. ഇത് സാമ്പത്തികപരമായ തീരുമാനങ്ങളിൽ വ്യക്തതയും ഭാഗ്യവും നൽകും. പുതിയ നിക്ഷേപങ്ങളിൽ നിന്നും അപ്രതീക്ഷിത ലാഭം ലഭിക്കാൻ സാധ്യതയുണ്ട്. കേതു അപ്രതീക്ഷിത നേട്ടങ്ങൾ നൽകുന്ന ഗ്രഹമാണ്. അശ്വതിയുടെ അധിപനെന്ന നിലയിൽ കേതുവിന്റെ സ്വാധീനം ഗവേഷണം, നിഗൂഢശാസ്ത്രങ്ങൾ അല്ലെങ്കിൽ വിദേശവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്നിവയിൽ നിന്ന് വലിയ ധനലാഭം നേടാൻ സഹായിക്കും. സ്വന്തമായി ബിസിനസ് ചെയ്യുന്ന അശ്വതിക്കാർക്ക് പുതിയതും ലാഭകരവുമായ പ്രോജക്റ്റുകൾ ലഭിക്കും. സ്റ്റാർട്ടപ്പുകൾ തുടങ്ങുന്നതിനും ബിസിനസ് വിപുലീകരിക്കുന്നതിനും ഇത് അനുകൂലമായ സമയമാണ്. ഓഹരി വിപണിയിൽ നിക്ഷേപിക്കുന്നവർക്ക് ഭാഗ്യാനുഭവങ്ങൾ ഉണ്ടാകാം. ദീർഘകാല നിക്ഷേപങ്ങൾ മികച്ച വരുമാനം നൽകും. റിസ്കുകൾ എടുക്കാൻ ഭയക്കാത്ത അശ്വതിക്കാർക്ക് ധൈര്യപൂർവ്വം പുതിയ സംരംഭങ്ങളിൽ ഏർപ്പെടാം. സാമ്പത്തികപരമായ കാര്യങ്ങളിൽ വിദഗ്ധരുടെ ഉപദേശം തേടുന്നത് ഗുണകരമാകും. ഭരണി നക്ഷത്രക്കാർക്ക് 2026 സാമ്പത്തികപരമായ സുരക്ഷിതത്വത്തിന്റെയും ആഡംബര ജീവിതത്തിന്റെയും വർഷമായിരിക്കും. ശുക്രന്റെ സ്വാധീനം ഇവർക്ക് സമ്പത്തും സന്തോഷവും കൊണ്ടുവരും. ഭരണിയുടെ അധിപനായ ശുക്രൻ 2026 സാമ്പത്തികപരമായ ഭാവങ്ങളിൽ ശക്തമായ നിലയിൽ നിൽക്കാൻ സാധ്യതയുണ്ട്. ഇത് കലാപരമായ മേഖലകൾ, ഫാഷൻ, സൗന്ദര്യവർദ്ധക ഉൽപ്പന്നങ്ങൾ, ആഡംബര വസ്തുക്കൾ എന്നിവയിൽ നിന്ന് വലിയ ധനലാഭം നേടാൻ സഹായിക്കും. വ്യാഴത്തിന്റെ ശുഭദൃഷ്ടി ഭരണി നക്ഷത്രക്കാർക്ക് പുതിയ വരുമാന സ്രോതസ്സുകൾ തുറന്നു കൊടുക്കുന്നതും ലോട്ടറി പോലുള്ള മേഖലകളിൽ നിന്ന് അപ്രതീക്ഷിത ധനലാഭം ലഭിക്കാനും സാധ്യതയുണ്ട്. കുടുംബപരമായ സ്വത്തുക്കൾ, പൂർവിക സ്വത്തുക്കൾ എന്നിവയിലൂടെ ധനപരമായ നേട്ടങ്ങൾ ഉണ്ടാകാം.
കുടുംബാംഗങ്ങളുടെ പിന്തുണ സാമ്പത്തിക വളർച്ചയ്ക്ക് സഹായകമാകും. ഭൂമി സംബന്ധമായ ഇടപാടുകൾ ലാഭകരമാകും. പുതിയ വീട് വാങ്ങുന്നതിനും വിൽക്കുന്നതിനും ഇത് അനുകൂലമായ സമയമാണ്. ആഡംബരപരമായ ചെലവുകളിൽ നിയന്ത്രണം പാലിക്കുകയും ദീർഘകാല നിക്ഷേപങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ചെയ്യുക. കലാപരമായ കഴിവുകൾ സാമ്പത്തിക നേട്ടങ്ങൾക്കായി ഉപയോഗിക്കുക. പൂരം നക്ഷത്രക്കാർക്ക് 2026 ധനപരമായ കാര്യങ്ങളിൽ വലിയ നേട്ടങ്ങൾ സമ്മാനിക്കുന്ന ഒരു വർഷമായിരിക്കും. ശുക്രന്റെ സ്വാധീനം ഇവർക്ക് ഭാഗ്യവും ധനവും കൊണ്ടുവരും. പൂരത്തിന്റെ അധിപനായ ശുക്രൻ 2026 ധനപരമായി അനുകൂലമായ സ്ഥാനങ്ങളിൽ നിൽക്കും. ഇത് ആഡംബര ഉൽപ്പന്നങ്ങളുടെ ബിസിനസ്, മാധ്യമം, വിനോദം, കലാരംഗം എന്നിവിടങ്ങളിൽ നിന്ന് വലിയ വരുമാനം നേടാൻ സഹായിക്കും. ശനിയുടെ ശക്തമായ സ്ഥാനം പൂരക്കാർക്ക് സ്ഥിരമായ വരുമാന മാർഗങ്ങൾ ഉറപ്പാക്കും. കഠിനാധ്വാനത്തിലൂടെ ലഭിക്കുന്ന ബലങ്ങൾ ഇരട്ടിയാകും. ഉന്നതരുമായുള്ള സാമൂഹിക ബന്ധങ്ങൾ സാമ്പത്തിക നേട്ടങ്ങൾക്ക് വഴിയൊരുക്കും. പുതിയ ബിസിനസ് ബന്ധങ്ങൾ സ്ഥാപിക്കാൻ ഇത് അനുകൂല സമയമാണ്. ദീർഘകാലമായി കാത്തിരുന്ന പ്രോജക്റ്റുകളിൽ നിന്ന് മികച്ച ലാഭം ലഭിക്കും. പുതിയ കരാറുകൾ ഒപ്പിടാൻ സാധ്യതയുണ്ട്. സാമൂഹിക ബന്ധങ്ങൾ വളർത്തുക, പുതിയ ആശയങ്ങൾ നടപ്പിലാക്കാൻ ശ്രമിക്കുക. അമിതമായ ആത്മവിശ്വാസം ഒഴിവാക്കി സൂക്ഷ്മതയോടെ പ്രവർത്തിക്കുക. ഉത്രാടം നക്ഷത്രക്കാർക്ക് 2026 കഠിനാധ്വാനത്തിലൂടെയും സ്ഥിരതയിലൂടെയും വലിയ സാമ്പത്തിക നേട്ടങ്ങൾ കൈവരിക്കാൻ സാധിക്കുന്ന ഒരു വർഷമായിരിക്കും. സൂര്യന്റെയും ശനിയുടെയും സ്വാധീനം ഇവർക്ക് മികച്ച ഫലങ്ങൾ നൽകും. ഉത്രാടത്തിന്റെ അധിപനായ സൂര്യൻ 2026 ശക്തമായ നിലയിൽ നിൽക്കും. ഇത് സർക്കാർ ജോലികളിൽ നിന്നും നേതൃത്വപരമായ സ്ഥാനങ്ങളിൽ നിന്നും വലിയ വരുമാനം നേടാൻ സഹായിക്കും. ശനിയുടെ അനുകൂലമായ സ്ഥാനം ഉത്രാടം നക്ഷത്രക്കാർക്ക് വസ്തുവകകൾ, ഭൂമി എന്നിവയിൽ നിന്ന് വലിയ ലാഭം നേടാൻ വഴിയൊരുക്കും. ദീർഘകാല നിക്ഷേപങ്ങൾ മികച്ച വരുമാനം നൽകും. വിദേശ രാജ്യങ്ങളുമായി ബന്ധപ്പെട്ട ബിസിനസ്, ഇറക്കുമതി, കയറ്റുമതി എന്നിവയിൽ നിന്ന് വലിയ ലാഭം ലഭിക്കാൻ സാധ്യതയുണ്ട്. സ്വന്തമായി ബിസിനസ് തുടങ്ങുന്നവർക്ക് ഇത് അനുകൂലമായ സമയമാണ്. പുതിയ ഉൽപ്പന്നങ്ങൾ വിപണിയിലെത്തിക്കാൻ സാധിക്കും. ലക്ഷ്യബോധത്തോടെ പ്രവർത്തിക്കുക, കഠിനാധ്വാനം തുടരുക. പുതിയ സാങ്കേതിക വിദ്യകൾ പഠിച്ച് അത് നിങ്ങളുടെ തൊഴിൽ മേഖലയിൽ പ്രയോജനപ്പെടുത്തുക. തിരുവാതിര നക്ഷത്രക്കാർക്ക് 2026 അപ്രതീക്ഷിത നേട്ടങ്ങളുടെയും പുതിയ ആശയങ്ങളിലൂടെയുള്ള ധനസമ്പാദനത്തിന്റെയും വർഷമായിരിക്കും. രാഹുവിന്റെ സ്വാധീനം ഇവർക്ക് ഭാഗ്യം കൊണ്ടുവരും. തിരുവാതിരയുടെ അധിപനായ രാഹു 2026 ധനപരമായ ഭാവങ്ങളിൽ അനുകൂലമായ സ്വാധീനം ചെലുത്തും. ഇത് ഊഹക്കച്ചവടങ്ങൾ, ലോട്ടറി, അപ്രതീക്ഷിത ബിസിനസ് ഡീലുകൾ എന്നിവയിലൂടെ വലിയ ധനലാഭം നേടാൻ സഹായിക്കും. മാധ്യമ പ്രവർത്തനം, ഓൺലൈൻ ബിസിനസ്, സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർമാർ എന്നിവർക്ക് വലിയ സാമ്പത്തിക വളർച്ച ഉണ്ടാകും. ഗവേഷണങ്ങളിലും പുതിയ കണ്ടുപിടുത്തങ്ങളിലും ഏർപ്പെടുന്നവർക്ക് അപ്രതീക്ഷിത ധനലാഭം ലഭിക്കാം. വിദേശത്ത് ജോലി ചെയ്യുന്നവർക്കും വിദേശ കമ്പനികളുമായി സഹകരിച്ച് പ്രവർത്തിക്കുന്നവർക്കും വലിയ സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാകാം. പുതിയ ആശയങ്ങളെ പ്രായോഗിക തലത്തിൽ എത്തിക്കാൻ ശ്രമിക്കുക. അമിതമായ റിസ്കുകൾ ഒഴിവാക്കി സൂക്ഷ്മതയോടെ പ്രവർത്തിക്കുക. സാമ്പത്തികപരമായ കാര്യങ്ങളിൽ വിദഗ്ധരുടെ ഉപദേശം തേടുന്നത് നല്ലതാണ്. അനിഴം നക്ഷത്രക്കാർക്ക് 2026 ധനപരമായ സുസ്ഥിരതയുടെയും ദീർഘകാല നിക്ഷേപങ്ങളിലൂടെയുള്ള വളർച്ചയുടെയും വർഷമായിരിക്കും. ശനിയുടെയും ബുധന്റെയും സ്വാധീനം ഇവർക്ക് മികച്ച ഫലങ്ങൾ നൽകും. അനിഴം നക്ഷത്രത്തിന് ശനിയുടെ ശക്തമായ സ്വാധീനം ലഭിക്കും. ഇത് ദീർഘകാല നിക്ഷേപങ്ങളിൽ നിന്നും വസ്തുവകകളിൽ നിന്നുമുള്ള വരുമാനം വർദ്ധിപ്പിക്കും. കൃഷി, നിർമ്മാണ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് മികച്ച ലാഭം ലഭിക്കാം. ബുധന്റെ അനുകൂലമായ സ്ഥാനം ബിസിനസ് ഇടപാടുകൾ, ആശയവിനിമയം എന്നിവയിൽ വിജയം നേടാൻ സഹായിക്കും. പുതിയ ബിസിനസ് കരാറുകൾ ഒപ്പിടാൻ സാധ്യതയുണ്ട്. നിലവിലുള്ള ജോലികളിൽ നിന്നോ ബിസിനസ്സിൽ നിന്നോ സ്ഥിരമായ ഒരു വരുമാനം ഉറപ്പാക്കാൻ സാധിക്കും. ശമ്പള വർധനവും സ്ഥാനക്കയറ്റവും പ്രതീക്ഷിക്കാം. സാമ്പത്തികപരമായ പ്രതിസന്ധികളിൽ അപ്രതീക്ഷിതമായ സഹായങ്ങൾ ലഭിക്കാം. സുഹൃത്തുക്കളിൽ നിന്നും ബന്ധുക്കളിൽ നിന്നും സാമ്പത്തികപരമായ പിന്തുണ ലഭിക്കാൻ സാധ്യതയുണ്ട്. ചിട്ടയായ സാമ്പത്തിക ആസൂത്രണം നടത്തുക. ദീർഘകാല നിക്ഷേപങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. കഠിനാധ്വാനം തുടരുക. രേവതി നക്ഷത്രക്കാർക്ക് 2026 സാമ്പത്തികപരമായ സമൃദ്ധിയുടെയും ആത്മീയമായ ധനസമ്പാദനത്തിന്റെയും വർഷമായിരിക്കും. ബുധന്റെയും വ്യാഴത്തിന്റെയും സ്വാധീനം ഇവർക്ക് അനുകൂലമായ ഫലങ്ങൾ നൽകും. രേവതിയുടെ അധിപനായ ബുധൻ 2026 ധനപരമായ അനുകൂലമായ സ്ഥാനങ്ങളിൽ നിൽക്കാൻ സാധ്യതയുണ്ട്. ഇത് ബുദ്ധിപരമായ ഇടപാടുകൾ, പഠനം, കൗൺസിലിംഗ്, കമ്മ്യൂണിക്കേഷൻ മേഖലകൾ എന്നിവയിൽ നിന്ന് വലിയ വരുമാനം നേടാൻ സഹായിക്കും. വ്യാഴത്തിന്റെ ശുഭദൃഷ്ടി രേവതി നക്ഷത്രക്കാർക്ക് ഭാഗ്യവും ധനപരമായ കാര്യങ്ങളിൽ വ്യക്തതയും നൽകും. പുതിയ നിക്ഷേപങ്ങളിൽ നിന്നും ലാഭം പ്രതീക്ഷിക്കാം. വിദേശത്ത് നിന്നുള്ള സഹായങ്ങൾ, വിദേശ പഠനം അല്ലെങ്കിൽ വിദേശ കമ്പനികളുമായുള്ള സഹകരണം എന്നിവയിലൂടെ സാമ്പത്തികപരമായ നേട്ടങ്ങൾ ഉണ്ടാകാം. ആത്മീയപരമായ കാര്യങ്ങൾ, സാമൂഹിക സേവനം, കൗൺസിലിംഗ് എന്നിവയിൽ നിന്ന് വരുമാനം ലഭിക്കാൻ സാധ്യതയുണ്ട്. നിങ്ങളുടെ നല്ല കർമ്മഫലങ്ങൾ ധനമായി തിരികെ ലഭിക്കും. പൂർവിക സ്വത്തുക്കളിലൂടെയോ പാരമ്പര്യമായി ലഭിക്കുന്ന ധനത്തിലൂടെയോ വലിയ സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാകാം. നിങ്ങളുടെ ബുദ്ധിപരമായ കഴിവുകളും ആശയവിനിമയ ശേഷിയും സാമ്പത്തിക നേട്ടങ്ങൾക്കായി ഉപയോഗിക്കുക. ദാനധർമ്മങ്ങൾ ചെയ്യുന്നതും മറ്റുള്ളവരെ സഹായിക്കുന്നതും സാമ്പത്തികപരമായ ഐശ്വര്യം വർദ്ധിപ്പിക്കും.
ഈ അവസരങ്ങളെ ഫലപ്രദമായി ഉപയോഗിക്കാൻ ചില കാര്യങ്ങളിൽ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒരു ബഡ്ജറ്റ് തയ്യാറാക്കി വരുമാനവും ചെലവുകളും നിയന്ത്രിക്കുക. അനാവശ്യമായ ചെലവുകൾ ഒഴിവാക്കി സമ്പാദ്യശീലം വളർത്തുക. നിക്ഷേപങ്ങൾ നടത്തുമ്പോൾ ധനകാര്യ വിദഗ്ധരുടെ ഉപദേശം തേടുക. ഓഹരി വിപണി, റിയൽ എസ്റ്റേറ്റ് തുടങ്ങിയ മേഖലകളിൽ ഒറ്റയ്ക്ക് തീരുമാനങ്ങൾ എടുക്കാതിരിക്കുക. നിങ്ങളുടെ തൊഴിൽ മേഖലയിൽ പുതിയ കഴിവുകൾ നേടാൻ ശ്രമിക്കുക. ഇത് പുതിയ അവസരങ്ങളിലേക്ക് വഴി തുറക്കാം. ഭാഗ്യം മാത്രം പോരാ, കഠിനാധ്വാനവും ആത്മാർത്ഥതയും വിജയത്തിന് അത്യന്താപേക്ഷിതമാണ്. നിങ്ങളുടെ ജോലിയിൽ 100% സമർപ്പണം നൽകുക. പുതിയ ആളുകളുമായി ബന്ധം സ്ഥാപിക്കുക. ഇത് പുതിയ ബിസിനസ് അവസരങ്ങളിലേക്കും സഹായങ്ങളിലേക്കും വഴിയൊരുക്കും. ആരോഗ്യം ധനമാണ്. നല്ല ആരോഗ്യമുണ്ടെങ്കിൽ മാത്രമേ കാര്യക്ഷമമായി പ്രവർത്തിക്കാനും സമ്പാദിക്കാനും സാധിക്കൂ. ശുഭപ്രതീക്ഷയോടെയും ദൈവവിശ്വാസത്തോടെയും പ്രവർത്തിക്കുക. ദാനധർമ്മങ്ങൾ ചെയ്യുന്നത് സാമ്പത്തികപരമായ ഐശ്വര്യം വർദ്ധിപ്പിക്കും. സാമ്പത്തിക വിപണിയെക്കുറിച്ചും നിക്ഷേപങ്ങളെക്കുറിച്ചും കൂടുതൽ അറിവ് നേടുക. ഇത് മികച്ച തീരുമാനങ്ങൾ എടുക്കാൻ സഹായിക്കും. 2026 അശ്വതി, ഭരണി, പൂരം, ഉത്രാടം, തിരുവാതിര, അനിഴം, രേവതി നക്ഷത്രക്കാർക്ക് സാമ്പത്തികപരമായ വലിയ നേട്ടങ്ങൾക്കും കോടീശ്വര യോഗത്തിനും സാധ്യതകൾ ഉണ്ടെന്ന് ജ്യോതിഷപരമായി വിലയിരുത്തപ്പെടുന്നു. എന്നാൽ ഇതൊരു പൊതുവായ പ്രവചനം മാത്രമാണ്. ഓരോ വ്യക്തിയുടെയും ഗ്രഹനിലയും ദശാപഹാരങ്ങളും അനുസരിച്ച് ഫലങ്ങളിൽ വ്യത്യാസം വരാം. എങ്കിലും ഈ അനുകൂലമായ ഗ്രഹസ്ഥിതികളെ തിരിച്ചറിഞ്ഞ് കഠിനാധ്വാനത്തിലൂടെയും ബുദ്ധിപരമായ നീക്കങ്ങളിലൂടെയും നിങ്ങൾക്ക് തീർച്ചയായും വലിയ സാമ്പത്തിക വളർച്ച കൈവരിക്കാൻ സാധിക്കും. ഓർക്കുക, ഭാഗ്യമെന്നത് അവസരങ്ങളെ തിരിച്ചറിഞ്ഞ് പ്രയോജനപ്പെടുത്തുന്നവരുടെ കൂടെയാണ് എപ്പോഴും നിൽക്കുന്നത്. ശുഭപ്രതീക്ഷയോടെ ഈ വർഷത്തെ വരവേൽക്കുക. നിങ്ങളുടെ സാമ്പത്തിക ഭാവിയുടെ സുവർണ കാലഘട്ടമായി മാറട്ടെ ഈ പുതുവർഷം.